ഇന്നത്തെ നമ്മുടെ മീൻപിടുത്തം രാത്രിയാണ് കേട്ടോ. ഇത് 4 വിരൽ വലയാണ്. വലയിടലാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി. 4 വിരൽ വല എന്ന് പറഞ്ഞാൽ വാളയ്ക്ക് ഇഷ്ടം പോലെ കിട്ടും കേട്ടോ 4 വിരൽ വലയിൽ. അതുകൊണ്ടാണ് നമ്മൾ 4 വിരൽ വല ഇടാന്ന് വെച്ചാൽ ഈ ചണ്ടി അങ്ങോട്ട് നീങ്ങി പോയി ആ ഗ്യാപ്പിൽ വേണം നമുക്ക് വല ഇടാൻ, എന്നാലേ മീനെ കിട്ടുള്ളൂ കേട്ടോ. ഈ രാത്രി സമയത്ത് വലയിടുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. ഈ ചട്ട അങ്ങോട്ട് നീങ്ങണ സമയം ഈ സമയമാണ്. ഈ ചട്ട അങ്ങോട്ട് നീങ്ങി പോയതിന് ശേഷം അതിൻ്റെ ബാക്കിലാണ് ഞങ്ങൾ വല ഇടുക. എന്നാലാണ് നമുക്ക് നന്നായി പോയി മീൻ കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചത്. അപ്പോൾ വലയൊക്കെ നമ്മൾ ഫുള്ളായി കെട്ടിയതിൻ്റെ ചുരുക്കും കാര്യങ്ങളൊക്കെ നേരാക്കി വരുന്നുണ്ട്. നമ്മളിവിടെ മീൻ പിടിക്കാനും വലയിടാനൊക്കെ ആയിട്ടുള്ളത് നമ്മുടെ സ്മിരഹണ്ണാണ്. സ്മിരഹണ്ണാണ് നല്ല അടിപൊളിയായിട്ട് വലയിടാനറിയാം. ആൾക്ക് വലയിട്ട് മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ പ്രാന്താണ് കേട്ടോ. എന്തായാലും വലയൊക്കെ കെട്ടി നല്ല ചുരുക്കും കാര്യങ്ങളും ശരിയാക്കിയിട്ടില്ലെങ്കിൽ മീൻ അടിക്കൽ കുറവായിരിക്കും. അതുകൊണ്ട് ചുരുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ ശരിയാക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വല ചുരുക്കും കാര്യങ്ങൾ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു നല്ലൊരു വാള അടിച്ച് കയറി കിടക്കുന്നത് കേട്ടോ. നമ്മൾ വല ശരിയാക്കി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മീൻ അടിച്ചത്. വല ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലയിൽ മീൻ അടിച്ചെന്ന് തോന്നുന്നുണ്ട്, കയ്യിൽ നിന്ന് വല വലിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അപ്പം തന്നെ നോക്കാനായിട്ട് പോയില്ല. അപ്പം തന്നെ നോക്കി കഴിഞ്ഞാൽ മീൻ നല്ല ഉഷാറായി നിൽക്കുന്ന സമയമായിരിക്കും. നമ്മൾ പോയി മീനെ പിടിച്ചാൽ മീൻ വല പൊളിച്ച് പോകാനുള്ള ചാൻസ് കൂടുതല. ഇവനെ എപ്പോഴും ചാടി പടയ്ക്കാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. വല സൂക്ഷിച്ച് വേണം ഇവന് വലയിൽ നിന്ന് ഉരുടെടുക്കാനായിട്ട്. എന്തായാലും നമ്മുടെ വലയിൽ നിന്ന് ഇട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു മീനടിച്ച് കയറി. വല അത്യാവശ്യം നല്ല പഴക്കമുള്ള വല കേട്ടോ. അങ്ങനെ ആ മീൻ ഊരി വീണ്ടും വല ചുരുക്കം ശരിയാക്കി വരുമ്പോഴാണ് നമുക്ക് അടുത്ത മീൻ അടിച്ച് കയറിക്കുന്നത്. ഇത് രണ്ടാമത്തെ മീനാണ് നമ്മുടെ വല ഇട്ടിട്ട് കേട്ടോ. വലയിട്ട് വെടപ്പാക്കാൻ നേരില്ല, അപ്പോഴേക്കും മീൻ അടിച്ചു തുടങ്ങി. ഈ ചട്ടര ബാക്കിലുകൊണ്ട് വലയിട്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. എന്തായാലും ആ മീൻ ഊരി നമ്മൾ ചുരുക്കൊക്കെ നേരാക്കി വലയിടൽ കഴിഞ്ഞല്ലോ കയറാൻ നിൽക്കുമ്പോഴാണല്ലോ അവസാനം നേരത്തെ ഈ മീനെ നമുക്ക് കിട്ടിയത് കേട്ടോ. എന്തായാലും അവനെ നന്നായി ഊരിയെടുക്കുക. ഇവത്തിന് നന്നായി പെട്ടിട്ടുണ്ട്. പഴയ വല കാരണം വല തന്നെ പൊട്ടിപ്പോണ്ടായിരുന്നു. ഈ അവസാനം കിട്ടി ഇവനെ വിടാൻ തന്നെ നമുക്ക് വലയെന്ന് ഒരു പാടത്തുനിന്ന് കയറുമ്പോണ്ട് നല്ല പോലെ മഴയും ഇടിമിന്നൽ വരുന്നുണ്ട്. പാടത്ത് ഇടിമിന്നലുള്ളപ്പോൾ നിന്നാൽ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ അതിന് തന്നെ നമുക്ക് കയറി പോകണം. അപ്പോൾ നമ്മൾ ഈ വലയെടുക്കലും കാര്യങ്ങളും നമ്മൾ നാളെ കാലത്തെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.